ഇന്നത്തെ വാത്സല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ മൈഥിലിയും നമ്മുടെ അതുപോലെ ACP എന്നാണ് മീനാക്ഷി 3 പേരും അതിൻ്റെ നടുക്ക് അവരുടെ കുട്ടിയും എല്ലാവരുമായിട്ടൊരു ലവ് ട്രയാങ്കിളും അതിൻ്റെ അകത്ത് പെറ്റമ്മയും പോറ്റമ്മയും എല്ലാവരുമായിട്ടും അതിന് രണ്ടിടയിൽ കിടക്കുന്ന നമ്മുടെ ACP എന്നൊരു ഭർത്താവും രണ്ടും കൂടെ ആയിട്ട് എന്താണ് ടോട്ടൽ കുളമാണെങ്കിലും ACP കൊടുത്ത കുറച്ചൊരു തുരുമ്പിൻ്റെ സ്ഥലം കൊടുത്തെങ്കിലും ആ തുരുമ്പിൻ്റെ സ്ഥലത്തിലേക്ക് ഇരുമ്പ് കയറ്റാൻ തയ്യാറായിട്ടുള്ള മൈഥിലി കുഞ്ഞിനെയും കൊണ്ട് ACPക്ക് പോകുമ്പോൾ അച്ഛൻ പോകുന്ന ടാറ്റ കൊടുക്കടാ മുത്തേ എന്ന് പറഞ്ഞിട്ട് ACPയുടെ പിറകെ വാലായി തൂങ്ങാനായി ശ്രമിക്കുന്ന മൈഥിലിയുടെ ശ്രമത്തിന് നെറുകെ തന്നെ പൊടവാൾ വെട്ടുവാണ് നമ്മുടെ സാവിത്രി പറയുന്നുണ്ട്, നിന്റെ അടുത്ത് ആര് പറഞ്ഞടി കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്? അത് കാർത്തി പറഞ്ഞിട്ട്, കാർത്തി ആയാലും മൂർത്തി ആയാലും ആ കാർത്തി മൂർത്തി പറഞ്ഞിട്ടുള്ള ആർത്തിയൊന്നും നീ ഇവിടെ കാണിക്കാൻ വല്ലടി. അവന് വന്നിരിക്കുന്ന ഒരു കരുണാമയന ഒരു കരുണാകരൻ, അവൻ്റെ കരുണയൊന്നും ഇവിടെ ഞങ്ങൾക്ക് ആർക്കും കാണത്തില്ല. നീ ഇവിടെ കാണും കെട്ടിത്തൂങ്ങിയൊന്നും ചാവല്ലേ മൈഥിലി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ടോട്ടലി എന്താണ് സാവിത്രിയും ഇവരും മൈഥിലിനെ എങ്ങനെയെങ്കിലും പുകച്ച് ചാടിക്കണമെന്ന്. മൈഥിലിക്കാണെങ്കിൽ ഇവിടുന്ന് പുകച്ച് ചാടിച്ചാലും പോകാൻ മനസ്സില്ലാത്ത മൈഥിലി ഇപ്പോഴും പിന്തുടരുന്ന രീതിക്കകത്ത് തന്നെ ഉള്ള രീതിയിൽ വൈശാഖമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ പാരകൾ. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ACP മീനാക്ഷി എന്ന ഭാര്യയോട് പറയുവാണ്. അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, ഇതൊക്കെ അവിടെ വെച്ച് തന്നെ പറഞ്ഞതല്ലേ, എല്ലാവരോടും പറഞ്ഞതല്ലേ അവളെ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട വന്നതാണെന്നും അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് അവളോട് വലിയ കാര്യമൊന്നും അല്ല ഭാര്യയായിട്ടൊന്നും അല്ല താമസിപ്പിക്കുന്നത്, എന്നാലും ഒരു മനുഷ്യ പറ്റാന്നൊക്കെ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ACP വീണ്ടും ഇതൊക്കെ പറയുന്നത്? എല്ലാവരോടും പറഞ്ഞ പോലെയാണോ മീനാക്ഷി? നീ എൻ്റെ ഭാര്യയല്ലേ, നിന്നോട് ഞാൻ പ്രത്യേകം പറയേണ്ടേ അല്ലേ? പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും മീനാക്ഷിക്കൊന്ന് സന്തോഷമാകുമല്ലോ, ഭാര്യയല്ലേ അതുകൊണ്ട് നിൻ്റെ അടുത്ത് പ്രത്യേകം പറയേണ്ടെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ മീനാക്ഷി നിൽക്കുമ്പം മീനാക്ഷി ആ ഒരു സന്തോഷം ഒന്ന് മനസ്സിൽ നിന്ന് ചുണ്ടിലേക്ക് അങ്ങ് വിടത്തുന്നതിന് മുന്നേ തന്നെ ACP മീനാക്ഷിയുടെ ചങ്കിലേക്ക് ഒരു കടാരിറക്കണം. എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്ത് ദുഷ്ട സ്ത്രീ ആണെങ്കിലും അവൾ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും മീനാക്ഷിക്ക് അപ്പോഴാണ് തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. താൻ വെറും ഒരു പോറ്റമ്മയും പെറ്റമ്മ അല്ല എന്നതും ACPയുടെ ജീവിതത്തിൽ ഇന്നും ഭാര്യ എന്ന സ്ഥാനം നിയമപരമായി പോലും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുള്ള കാര്യം മീനാക്ഷിയുടെ തലയിൽ അപ്പോഴാണ് ഉദിക്കുന്നത്. അപ്പം മീനാക്ഷിയുടെ മനസ്സിൽ എങ്ങനെ പറഞ്ഞാലും ഇന്ന് ചുരുക്കി പറഞ്ഞ അവസ്ഥ ഇത് തന്നെ. മീനാക്ഷിയുടെ അമ്മ എങ്ങനെ വിഷം കുടിച്ച് ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു ഡ്രാമ കളിച്ച് എന്താണ് നന്ദിനിയുടെ ഭർത്താവിനെ കൈക്കലാക്കിയോ അതിൽ നിന്ന് മീനാക്ഷി എന്നൊരു കുഞ്ഞിനെ ജനിപ്പിച്ചോ ആ അതേ അവസ്ഥ അന്ന് മീനാക്ഷിയുടെ അമ്മ കാണിച്ച അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് മീനാക്ഷിയുടെ ജീവിതത്തിലേക്ക് മാറി മറിഞ്ഞ് തിരിച്ച് കാലങ്ങൾ കഴിഞ്ഞ് വന്നിരിക്കുന്നുള്ളതാണ്. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ACP എന്തോ ഈ പറഞ്ഞത്? അല്ല അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ, അപ്പം ഞാൻ ACP നീയാണ് അവളെ വളർത്തുന്ന അമ്മ, പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് അവളത്തെ സ്നേഹമൊന്നുമല്ല, നമ്മൾ അവളുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവളത് കൺസിഡർ ചെയ്യണ്ടേ? ACP ഒരു കാര്യം അറിയോ, അവൾ 2 ദിവസം 5 ദിവസം കഴിയുമ്പോഴത്തേ അവൾ നോർമൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാന്നേ മീനാക്ഷി എന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ഉള്ള ACP എനിക്ക് അവളുടെ സാഹചര്യത്തിനകത്ത് എനിക്ക് സഹതാപമൊക്കെ ഉണ്ടെത്തുള്ളൂ, പക്ഷേ അവൾ ഈ കാണിച്ച ചതിയാണെങ്കിലോ? അല്ല മീനാക്ഷി, അവൾ വിഷം കുടിച്ചിട്ട് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് സമസ്താപരാധമൊക്കെ ഏറ്റു പറഞ്ഞതാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൾ ഈ കള്ളത്തരം അഭിനയിച്ചൊന്നും അല്ലയെന്ന് പറഞ്ഞു. പക്ഷേ മീനാക്ഷി ഇതൊന്നും എന്താണ് നെഞ്ചിൽ തികയ്ക്കുന്നില്ല. കാരണം എന്താണ്, അവൾ കള്ളത്തരം അഭിനയിച്ച് തന്നെ വന്നതായിരിക്കും. ACP ആ ഒരു കള്ളത്തരത്തിൽ എന്താണ് മയങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ള കാര്യം മീനാക്ഷിക്ക് തോന്നുന്നുണ്ട്. അപ്പം മീനാക്ഷിയുടെ മനസ്സിൽ എന്താണ് ACP ആയിട്ട് ഒരു അസംതൃപ്തി തോന്നുന്നുണ്ട്. കാരണം അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, അവൾ ഡിവോഴ്സ് കഴിച്ച് നമുക്ക് അവൾ ഇവിടെ ഒന്ന് നോർമലൊക്കെ ആയതിനു ശേഷം അവൾക്ക് നമുക്ക് ഡിവോഴ്സൊക്കെ കൊടുത്ത് നമുക്ക് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് പറയും. മീനാക്ഷി പറയുന്നുണ്ട്, അത് ACP എത്രയൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് ACP പറയുമ്പോഴും മീനാക്ഷി പറയുന്നുണ്ട്, ACPയുടെ നിയമപരമായ ഭാര്യ ഞാൻ ഇത് മാറിയിട്ടില്ലല്ലോ, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഉടൻ തന്നെ ചെയ്യുമെന്ന് മീനാക്ഷിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അവൾ നമുക്ക് ഇവിടെ ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞു വിട്ട് നമുക്ക് 2 പേർക്ക് എന്താ നീ എന്നെ ലീഗൽ ഭാര്യയാക്കി മാറ്റാവുന്നേ ഉള്ളൂ. അതൊന്നും ആലോചിച്ച് എൻ്റെ മീനാക്ഷി കുട്ടി വിഷമിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ 2 പേരും തമ്മിൽ കിടന്നുറങ്ങുവാണ്. പക്ഷേ പിറ്റേന്ന് രാവിലെ ACP നോക്കുമ്പോഴത്തേക്കും അടുത്ത് കുഞ്ഞുമില്ല, അതുപോലെ മീനാക്ഷി ഇല്ല. അപ്പോൾ മീനാക്ഷിനെ കാണാത്തതിൻ്റെ ടെൻഷൻ, കുഞ്ഞിനെ കാണാത്ത ടെൻഷനകത്ത് ACPക്ക് ഒരു ടെൻഷനൊക്കെ കാണാം. മൈഥിലി ഈ വീട്ടിലുണ്ട്, ഇവർ 2 പേർക്ക് എന്ത് സംഭവിച്ചു, ഇവർ 2 പേരും ഇനി ഇറങ്ങി എങ്ങാനും പോയോ, അതിൻ്റെ ടെൻഷനകത്ത് എന്താണ് മീനാക്ഷിനെ അന്വേഷിച്ച് വീട്ടിനകത്ത് മൊത്തം നോക്കുമ്പോഴത്തേക്ക് അപ്പോഴാണ് ACP നോക്കുമ്പോഴത്തേക്ക് അമ്മയുടെ പൊന്നു വാവ കുളിച്ചില്ലേ, നമുക്ക് ഇതുപോലെ എന്ന് എണീറ്റ് രാവിലെ സുന്ദരി കുട്ടപ്പിയാവാൻ കേട്ട പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരിയാവാം എന്ന് പറഞ്ഞ് ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൗണ്ട് കേട്ട് ACPക്ക് മനസ്സിലായി കുഞ്ഞിനെ കുളിപ്പിക്കാമെന്ന് മനസ്സിലായി. ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് അടുത്ത് പോയിട്ട് എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്ന മീനാക്ഷി, നിന്നെ ഞാൻ അവിടെ കണ്ടില്ലല്ലോ, എന്തിനാ വിളിക്കുന്നത് എന്ന് മീനാക്ഷി എന്താണ് ഇച്ചിരി ഗൗരവത്തിൻ്റെ സ്വരത്തിൽ തന്നെ ചോദിക്കുവാണ്. ACPക്ക് ഈ ഗൗരവം കണ്ടിട്ട് ഒന്നും മനസ്സിലായി. അങ്ങനെ ACP പറഞ്ഞു, ഞാനും കൂടെ സഹായിക്കാന്നേ, എനിക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആറ് സഹായം വേണ്ട, കുഞ്ഞിൻ്റെ കാര്യത്തിൻ്റെ എല്ലാ കാര്യം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാറിയാം, ആറ് സഹായം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് വേണ്ട. അതായത് താൻ അമ്മയാണെന്ന് സ്ഥാനം സ്ഥാപിക്കാനായി മീനാക്ഷിയുടെ മനസ്സിൻ്റെ ആ ശ്രമമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ACPക്ക് അത് കേട്ടിട്ട് മീനാക്ഷിയുടെ സ്വരത്തിൻ്റെ ഗൗരവം കേട്ടിട്ട് ഭയങ്കര എന്താണ് അത് ഇവക്ക് എന്തോ മനസ്സിന് എന്താണ് എൻ്റെ അടുത്ത് അസംതൃപ്തി ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് മീനാക്ഷി ചോദിക്കും, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലേക്ക് സഹായം വേണ്ട, അപ്പം ഭർത്താവിൻ്റെ കാര്യത്തിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇന്ന് വരെ ഞാൻ വല്ല കുറവ് വരുത്തിയിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും ഇതുവരെ നടത്തിയിട്ടുണ്ടല്ലേ,
അത് ഇതുവരെ നടത്തി തന്നിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആക്കി എൻ്റെ ഭർത്താവിൻ്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാം. എനിക്ക് അതിന് ആരുടെ സഹായം വേണ്ട. ACP ഇവിടെ നിന്ന് കിണുങ്ങാതെ വേഗം പോയി എന്താണ് കുളിച്ച് റെഡിയായി വന്ന് ഡൈനിങ് ടേബിളിൽ വന്ന് ചൂട് ദോശയും കാര്യങ്ങളും തരാം. എന്നിട്ട് വേഗത്തേക്ക് ഓഫീസിലേക്ക് പോകും നോക്ക് യൂണിഫോം ഇട്ടിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മീനാക്ഷിക്ക് എന്താണ് എന്തോ ഗൗരവമുണ്ട് ദേഷ്യമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ മീനാക്ഷി കുഞ്ഞിനെ കൊണ്ട് അകത്ത് പോയി. അപ്പം ഈ കയ്യിൽ നിന്ന് എണ്ണക്കുപ്പിയും വെച്ചിട്ട് എന്താണ് നമ്മുടെ ACP ആലോചിച്ചുകൊണ്ടിരിക്കുക. മീനാക്ഷിക്ക് ചെറിയൊരു കുറുമ്പായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ACP അവിടെ നിന്ന് അകത്തേക്ക് കയറി ചെല്ലുന്ന ACP നേരെ മീനാക്ഷി പറഞ്ഞൊന്നുമല്ല ACP കേൾക്കുന്നത്. ACP നേരെ പോന്ന് മൈഥിലിയെ കാണാനാണ്. മൈഥിലി അപ്പം പുതച്ച് മൂടി കിടന്ന് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സങ്കടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലുമ്പം മീനാക്ഷിയുടെ ഭർത്താവായിരുന്നെങ്കിലും ഇപ്പം എന്താണ് ACP കണ്ടപ്പോഴത്തേക്കും തൻ്റെ ഭർത്താവ് മതി മറന്ന് എന്താണ് നമ്മുടെ മൈഥിലിക്ക് സന്തോഷം കൊണ്ടങ്ങ് അപ്പോഴത്തേക്കും ചാടി എണീറ്റ് പുതപ്പൊക്കെ മാറ്റിയിട്ട് ഗുഡ് മോർണിംഗ് ക്ഷീണമൊക്കെ മാറിയോ? ക്ഷീണമൊക്കെ മാറി, കുഴപ്പമില്ല. നന്നായിട്ട് ഉറങ്ങിയില്ലേ? ഉറങ്ങിയാൽ തന്നെ പാതി ക്ഷീണവും മാറും എന്ന് പറയുമ്പോഴത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ എന്താണ് താൻ ഇനി ഇവിടെ എൻ്റെ നല്ലൊരു സുഹൃത്തായി നിൽക്കണോ? തൻ്റെ ശരീരവും മനസ്സും എല്ലാം ശരിയായതിനു ശേഷം താൻ എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോ, നമുക്കിനി നല്ലൊരു സുഹൃത്തായിരിക്കാം. പഴയ കാര്യങ്ങൾ അത് ഞാൻ കാർത്തി ഒത്തിരി വിഷമിച്ച് ഇത് പറഞ്ഞ് ഒരു വഴിയായൊരു കാര്യമാണ്. ഇതൊരു ക്ലീഷേ ടോപ്പിക്കായി മാറിയിടോ, താൻ അത് കളയടോ, താൻ ഇവിടെ നല്ലൊരു സുഹൃത്തായി നിൽക്കടോ എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റുള്ളവർക്കൊക്കെ എനിക്ക് എന്തായാലും കാർത്തി എന്നോട് കാണിച്ച ആ ഒരു മനസ്സിന് ഞാൻ എന്താണ് കാർത്തിയുടെ മുന്നിൽ എന്താണ് സമസ്താപരം പറഞ്ഞാലൊന്നും തീരത്തില്ല. കാർത്തിയുടെ മുന്നിൽ എന്നെ നമിക്കുന്നു. കാരണം ഇവിടെ എല്ലാവരും എതിർത്തിട്ടും എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിക്കാനായി എനിക്ക് സ്ഥലം തന്നില്ലേ കാർത്തി, അത് തന്നെ വലിയൊരു കാര്യമാണെന്ന് പറയുമ്പോഴത്തേ അതെ കളയടോ, തന്നെ ഞാൻ ഒരു സുഹൃത്തായി കാണുന്നു. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഇവിടെ ഉള്ളവർക്കൊന്നും ക്ഷമിക്കാൻ തൻ്റെ അടുത്ത് പറ്റത്തില്ല. പിന്നെ ക്ഷമിച്ച അവരാരും മനുഷ്യരല്ലല്ലോ, അവരുടെ കാര്യം ന്യായം തന്നെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, താൻ എന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തിരിക്കുന്ന പറയുമ്പോഴത്തേക്കും ഇവളുടെ മനസ്സിലെന്താണ് ലഡു പൊട്ടി സന്തോഷമാണ്. കാരണം ഇനി എനിക്ക് ഗ്യാപ്പ് കിട്ടുമോ, കാരണം ഇപ്പോഴും നിയമപരമായി ഇവൾ തന്നെയാണ് ഇവൻ്റെ ഭാര്യ എന്നുള്ളത് കൊണ്ട് ആ ഒരു സന്തോഷത്തിനകത്ത് ഇവൾ നോക്കുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം ചോദിച്ചാൽ കാർത്തി എൻ്റെ അടുത്ത് തെറ്റിദ്ധരിക്കുമോ എന്ന് പറയുമ്പോൾ താൻ ചോദിക്കേ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ, എൻ്റെ മോളെ ഒന്ന് എടുത്തോട്ടെ. നിൻ്റെ കുഞ്ഞോ എന്ന് പറഞ്ഞിട്ട് കാർത്തി എന്താണ് ദേഷ്യപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാതെ ചോദിച്ചാൽ ഇനി ഒരിക്കലും ചോദിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കാർത്തി വീണ്ടും മുഖം ചേച്ചിട്ട് പറയാം ഇവിടെ വീട്ടിൽ എല്ലാവർക്കും മോളെ ഇഷ്ടമാണ്, എല്ലാവരും മോളെ കൊഞ്ചിക്കുന്നുണ്ട്, അതുപോലെ നീയും കൊഞ്ചിച്ചോ, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ പ്രത്യേക രീതിയിലുള്ള അവകാശങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് നേരെ എന്നാൽ താൻ വാ പുറത്ത്, ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാവരും കൂടെ എന്നെ തല്ലി കൊല്ലത്തില്ലേ എന്നുള്ള പേടിക്കുക നീക്കുമ്പോൾ ഞാനല്ലേ പറഞ്ഞ താൻ മുറിയിൽ നിന്ന് പുറത്ത് വന്ന് പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് നേരെ എന്താണ് ACPയുടെ മീനാക്ഷിനെ ബെഡ്റൂമിൽ കൊണ്ടുപോകണം. അപ്പം മീനാക്ഷി എന്തെങ്കിലും കുഞ്ഞിന് പൊട്ടൊക്കെ തൊടുത്ത് കണ്ണൊക്കെ എഴുതി കൊടുക്കുവാണ്. അപ്പോൾ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ കയറി വന്നത് ACP വന്നോ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിൽ ഇവളും കൂടെ നിൽക്കുന്ന കണ്ടിട്ട് മീനാക്ഷി ഇങ്ങനെ അമ്പരം നിൽക്കുവാണ്. നീ മൈഥിലിക്ക് കുഞ്ഞിനെ ഒന്ന് കൊടുത്തേ, അവൾക്കൊന്ന് കൊഞ്ചിക്കാനായിട്ട് കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്കും മീനാക്ഷിക്ക് എന്താണ് കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ട് മീനാക്ഷി നോക്കുമ്പോഴത്തേക്കും അമ്മയുടെ മുത്തേ അമ്മയുടെ പൊന്നെ എന്ന് പറഞ്ഞിട്ട് ഇവളെന്താണ് ആ വൈകമോളെ കെട്ടിപ്പിടിക്കുന്ന കാണുമ്പോഴത്തേക്കും മീനാക്ഷിക്ക് അങ്ങ് റിലേ അങ്ങ് പോയി. അങ്ങ് ദേഷ്യം വന്നിട്ട് മീനാക്ഷി പറയാം മതി എൻ്റെ കുഞ്ഞിനെ ഇങ്ങത്താ എന്ന് പറയുമ്പോഴത്തേക്കും ACP ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. മീനാക്ഷിയുടെ മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറി. അങ്ങനെ ഇപ്പം കൊഞ്ചിക്കേണ്ട, അവരൊന്ന് കൊഞ്ചിച്ചോട്ട് മീനാക്ഷി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അമ്മയോ, നീ എവിടുത്തെ അമ്മയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരു രീതിയിൽ നടക്കുന്നില്ല. കാരണം ACP ഇപ്പം പരിഗണിക്കുന്ന അവളൊരു സൂസൈഡ് ചെയ്തവളല്ലേ എന്നൊരു പരിഗണന ACP കൊടുക്കുന്നെങ്കിൽ അവൾ അതനുസരിച്ച് തങ്ങ് മുതലാക്കുവാണ്. മീനാക്ഷി എന്താണ് ഒരു ഭാഗത്ത് താൻ ഒന്നുമല്ലാതായി തീർന്നോ, കാരണം ACP പറഞ്ഞ് വീണ്ടും അവൾ കൊഞ്ചിച്ചോട്ടെ എന്നല്ലേ പറഞ്ഞല്ല, മേടിച്ച് തന്നില്ലോ തിരിച്ച്, താനൊന്നും അല്ലേ, താൻ ഈ കുഞ്ഞിൻ്റെ ആരും അല്ലേ എന്നുള്ള രീതിയിൽ മീനാക്ഷി അവിടെ ചിന്തയ്ക്കകത്ത് ഇരിക്കുന്ന ACP കാണുന്നുണ്ട്. ആ ചിന്തയിൽ മീനാക്ഷിയുടെ മുഖം പോയ സങ്കടം ACP കാണുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മൈഥിലിയുടെ മുഖം നോക്കും. മൈഥിലിയുടെ മുഖത്ത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ കിട്ടിയ സന്തോഷം, അപ്പം ആ സന്തോഷം കൊണ്ട് ചിലപ്പോൾ ആ സൂസൈഡ് അറ്റംപ്റ്റിൻ്റെ കാര്യമൊക്കെ മറക്കാൻ മൈഥിലിക്ക് പറ്റുമോ എന്നുള്ള ആ ഒരു മുഖഭാവം കണ്ട് രണ്ടിൻ്റെ നടുക്ക് പെട്ട പോലെ ACP അവിടെ സ്റ്റക്കായി നിൽക്കണം. കാരണം മീനാക്ഷിയുടെ സങ്കടമുണ്ട്, മൈഥിലിയുടെ സന്തോഷമുണ്ട്, രണ്ടിൽ എന്തിന് വേണ്ടെന്ന് വെക്കണമെന്ന് ACPക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല. ACP അത് നോക്കി നിന്നിട്ട് എന്താണ് ACP റെഡിയായി എന്താണ് ഓഫീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ACPയുടെ പിറകെ തന്നെ മീനാക്ഷിയെക്കാളും മുന്നിലെത്തിയിരിക്കുന്നത് ഈ നമ്മുടെ മൈഥിലി കുളിച്ച് സുന്ദരിയൊക്കെയായി കയ്യിൽ എന്താണ് കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ട് മോളെ നോക്ക് അച്ഛൻ പോന്ന് അച്ഛന് ടാറ്റ പറയടാ, അച്ഛൻ്റെ കാറ് പോയല്ലോ കണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്തൊന്നും ഈ മീനാക്ഷി ആരും അവിടെ ഇല്ല. അപ്പോഴാണ് ഈ ACPയുടെ കാർ അങ്ങോട്ടേക്ക് പോകുന്നതുമാണ് നമ്മുടെ മീനാക്ഷി ഇങ്ങോട്ടേക്ക് വരുന്നതും. അതുപോലെ മുറ്റത്തുനിന്ന് നമ്മുടെ എന്താണ് രാജലക്ഷ്മി അമ്മയും നമ്മുടെ ദേവു അമ്മയും എല്ലാവരും വരുന്നുണ്ട്. അത്രയും എന്താണ് നമ്മുടെ മീനാക്ഷി ഒരുമിച്ച് തന്നെ ആ വാതിലിൻ്റെ പടിക്കെട്ടി നിന്ന് ഇറങ്ങി എന്നിട്ട് പറയും ഇവളൊരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ലല്ലോ, ഇവളൊരു കാര്യം ഇവളെ ഇവിടുന്ന് പുറത്ത് പുകച്ചാക്കിയിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാവിത്രി എന്താണ് മീനാക്ഷി നിൻ്റെ അടുത്ത് ആരെ പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ എടുക്കാൻ എന്താണ് നമ്മുടെ മീനാക്ഷി വയ്ക്കും, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ താടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൾ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ രാജലക്ഷ്മി ഒക്കെ വന്നിട്ട് പറയുവാണ് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞ് ഇവിടെ കാർത്തി പോകുമ്പോൾ ഇറങ്ങി നിൽക്കാനൊക്കെ, നിൻ്റെ അടുത്ത് കുഞ്ഞിനെ ആരെ എടുക്കാൻ പറഞ്ഞാടി എന്ന് നമ്മുടെ സാവിത്രി ചോദിക്കുമ്പോൾ പറയും അത് കാർത്തി പറഞ്ഞിട്ടാ, കാർത്തി പറഞ്ഞാൽ മൂർത്തി പറഞ്ഞാൽ നീ അത് ആർത്തി കാണിച്ച് കുഞ്ഞിനെ എടുക്കാൻ നിൽക്കല്ലേ, ഇവിടെ അവനെ
വന്നിരിക്കുന്ന ഒരു കരുണാമയനായ ഒരു കരുണാകരൻ, അവൻ്റെ കരുണയൊന്നും ഇവിടെ എല്ലാവർക്കും നിൻ്റെ അടുത്ത് കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഉടനെ പറയുന്നു, ദൈവം നിൻ്റെ അടുത്ത് കുഞ്ഞിനെ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഒരു കുഞ്ഞിനെ എടുക്കാൻ വന്നിരിക്കുന്നത്? ഞാനൊരു അമ്മയല്ലേ? നീ അമ്മയോ എന്ന് നമ്മുടെ ദൈവമ്മ പറയുകയാണ്. നീ അമ്മയോ? കുഞ്ഞിനെ എവിടെങ്ങാണ്ട് ഒരു മൂലയ്ക്ക്, ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മൂലയിൽ പ്രസവിച്ചിട്ട് പോയപ്പോഴത്തേക്ക് നീ അങ്ങ് അമ്മയായോ? ദൈവമ്മയ്ക്ക് എങ്ങനെ അറിയാം ഒരു അമ്മയുടെ വികാരം? ദൈവമ്മ ഒരു അമ്മ ആയിട്ടില്ലല്ലോ, ദൈവമ്മ കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ലോ, പിന്നെ ദൈവമ്മയ്ക്ക് എങ്ങനെയാണ്? നന്ദിനി അങ്ങ് നെട്ടി അങ്ങ് നിൽക്കുവാണ്. കാരണം നന്ദിനിക്ക് അങ്ങ് സങ്കടമാവുന്നു. ഇത് കേട്ട് നമ്മുടെ സാവിത്രിക്ക് നന്ദിനി ഇഷ്ടമല്ലെങ്കിൽ പോലും സാവിത്രിക്ക് പോലും അതൊരു സങ്കടമായി മാറി. സാവിത്രി പോലും ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇവക്കൊരു കിടക്കാനൊരു സ്ഥലം കൊടുത്തെങ്കിൽ ആ സ്ഥലത്തിൽ കയറി ഇവള് ഗോളടിച്ചങ്ങ് കയറുവാണല്ലോ. കാരണം എന്തോ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. നിർത്തടി നന്ദിനി അവളുടെ മുഖത്തിട്ട് ഒറ്റൊരു അടി നമ്മുടെ എന്താണ് രാജലക്ഷ്മി അമ്മ കൊടുക്കുകയാണ്. നീ എന്തുവാടി പറഞ്ഞത് നന്ദിനിയെക്കുറിച്ച്? നിനക്ക് കിടക്കാനൊരു സ്ഥലം തന്നാൽ പോലെ നീ ഈ വീടിനെ നാണം കെടുത്തിട്ട് ഇറങ്ങി പോയിട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കും അവള്. അപ്പോഴത്തേക്ക് അവൾക്ക് സ്ഥലം ഒന്ന് കിട്ടിയപ്പോഴത്തേക്കും അവൾ ആത്മഹത്യ ചെയ്യുന്നതിന് അവളെ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്ക് അവൾ ഇവിടെ കുടുംബത്തിൽ കയറി അനാവശ്യം പറഞ്ഞ് കളിക്കുന്നോടെ. ഉടനെ മീനാക്ഷി, ഇടീ നീ എൻ്റെ അമ്മയെക്കുറിച്ച് എന്തുവാടി പറഞ്ഞ? നീ മേലെ എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും നീ പറഞ്ഞാൽ നീ ഇവിടെ ജീവനോട് കാണത്തില്ല മതി. പറയുന്ന മീനാക്ഷി നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറയുമ്പോഴത്തേക്ക് ഇവക്കങ്ങ് ഭയങ്കര സങ്കടവും കാര്യങ്ങളും. പക്ഷെ എന്തെന്ന് ദേഷ്യമുണ്ട്. അപ്പോഴത്തേക്ക് ഇവളെന്താ പറയുന്നത്, സോറി അന്നത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞു സോറി, മാപ്പ് മാപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നത് അവളുടെ ഒരു മാപ്പ്. എടീ നിനക്ക് തൂങ്ങിച്ചാവണമെങ്കിലേ നീ പെരയ്ക്കകത്തൊന്നും തൂങ്ങിച്ചാവല്ലോ. പിന്നെ ഇതിന് മൈഥിലി നിലയും ഭാർഗവി നിലയും പോലെ ഇതൊരു മൈഥിലി നിലയാവും. നീ ഇവിടെ വെള്ള സാരി കൊടുത്തിട്ട് എന്താണ് ഗതികിട്ടാ പറയുന്നത് പോലെ നീ ഇവിടെ നടക്കല്ലേ. അതിന് പകരം നിനക്ക് വരെ ചാവണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഒരു കത്തൊക്കെ എഴുതി വെച്ച് വിശദമായിട്ട് ഇവിടെ ഉള്ള ആരും ഇതിൻ്റെ ഒന്നും കാരണമല്ല എഴുതി വെച്ചിട്ട് ഇവിടെ അടുത്തെങ്ങാനുള്ള കാട്ടിലെങ്ങാനും പോയി തൂങ്ങി ചത്തക്കണം. അല്ലാതെ ഇവിടെ ഒന്ന് നിൽക്കില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വരുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ഇവള് ദേവമ്മടുത്ത് സോറി പറഞ്ഞെങ്കിലും മീനാക്ഷി വയ്ക്കുന്നുണ്ട്. എടീ നിനക്ക് നാണം ഉണ്ടോടി? ഇന്നലെ രാത്രി ഇവരെല്ലാവരും നിന്നെ നിശ്ചയിച്ചിട്ടും നിനക്ക് ആ രാത്രി ഒരു ചോറ് വിളമ്പിക്കൊണ്ട് തന്ന് നിന്റെ കൈ കൊണ്ടുവന്ന് നിനക്ക് ഇന്നലെ രാത്രിത്തെ ഒരു അന്നം വിളമ്പി തന്നതല്ലേ ദൈവമ്മ? എന്നിട്ട് ആ ദൈവമ്മടുത്ത് ഇങ്ങനെ നീ പറഞ്ഞ അത് എൻ്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് അങ്ങ് അകത്തേക്ക് കരഞ്ഞോണ്ട് അകത്ത് കയറി പോകുമ്പോഴത്തേക്കും അവൾ ആലോചിക്കുന്ന മൊത്തം വൈശാഖിനെ കുറിച്ചുള്ള ദേഷ്യമാണ് ആലോചിക്കുന്നത്. ആ വൈശാഖ് ഒറ്റൊരുത്തൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു. അവനൊരു സ്വാർത്ഥനാണ്. അവൻ്റെ കാര്യത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും, ചതിയാണ്. അവനെ കാരണം എൻ്റെ ജീവിതം നശിച്ചെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് പറഞ്ഞു തന്നില്ല. എന്താണ് വൈശാഖിൻ്റെ കോൾ വരുന്നു. അവൾക്ക് അപ്പോഴത്തേക്കും പേടിയാന്നു. അവൻ തന്നെ വിളിക്കുന്നത് ആ ദുഷ്ടം വിളിക്കുവാണ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും എടുക്കേണ്ട വെച്ചിട്ട് ലാസ്റ്റ് ബെല്ലിനെ അവളെന്താണ് എടുത്തിട്ട് ഹലോ പോലും പറയാതെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്കും എടീ നീ അങ്ങ് ചെമ്പകമംഗലത്ത് നിൻ്റെ ഭർത്താവുമായിട്ട് വീണ്ടും ഒന്നിച്ച് ജീവിക്കാന്ന് വെച്ചോ? നിന്നെ അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ വിടത്തില്ലടി. പറയുന്ന വൈശാഖ എന്ന് പറയുന്ന മാത്രം ഫോണിൽ കേട്ട് ഇവളെ ഞെട്ടി എന്താണ് ഫോണും കൊണ്ട് ചെവി പിടിച്ചുകൊണ്ടങ്ങ് നിൽക്കുന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ എൻഡിങ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമോ? എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുമോ, കമൻറ്റ് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ. താങ്ക്